ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കൂന്തൽ റോസ്റ്റ് ആണ് ട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ കൂന്തൽ റോസ്റ്റിൽ ഇത്തിരി ഗ്രേവിയോട് കൂടെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറെ സൈഡ് ഡിഷൊന്നും ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അല്പം ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടുക്ക അതേപോലെ ചെമ്മീൻ കൂന്തൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് കഴിക്കുമ്പോൾ സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് ചോറിൽ അങ്ങനെ തന്നെ കഴിക്കുമ്പോഴാവും അതിൻ്റെ ശരിക്കും ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കറിവേപ്പിൻ്റെ ഇല ഇടുക കേട്ടോ. പിന്നെ എന്നതിന് ശേഷം ഞാൻ 2.5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ 2 ഉള്ളി, ഒരു കുഞ്ഞുള്ളീൻ്റെ ഒരു ഹാഫും. അപ്പോൾ നന്നായിട്ട് നേരിയതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇടാം കേട്ടോ. അതല്ലെങ്കിൽ ഇത്തിരി ഉപ്പിട്ടാൽ മതി എന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എരിവ് കുറവാണ് ഞങ്ങൾക്കിവിടെ ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല, മോനിക്ക് എരിവ് കുറച്ച് കുറവുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ സമയത്ത് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി കാശ്മീർ ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് കുറവായതുകൊണ്ട് തന്നെ മുളക് പൊടി കുറക്കുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാശ്മീർ ചില്ലി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഈ പച്ചമണം മാറോളം ഒന്ന് നമ്മൾ ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് കൂന്ത നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് കൂന്തളിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയും മറ്റു മസാലകളൊന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അതല്ലാതെ ഇതിനെ മൂടി വെച്ചാൽ തന്നെ അത്യാവശ്യം ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. കണ്ടോ, ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വറ്റിച്ചെടുക്കാൻ നോക്കുക, അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വറ്റിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവോളം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ അല്പം കുരുമുളക് പൊടി അതേപോലെ ഇത്തിരി ഗരം മസാല കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കൂന്തൽ റോസ്റ്റിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെസിപ്പി.